എൻ്റെ പിതാവ് ക്ഷീണിതനായപ്പോൾ ശ്രീ കെ വി തോമസ് നേരെ ആൻ്റിയുടെ അടുത്തേക്ക് പോയി മാറി ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. പിന്നെ അതിനുള്ള ഇതായിരുന്നു ഇവിടെ നിന്നുള്ള ന്യൂസുകളൊക്കെ അവിടെ കൊണ്ടു കൊടുക്കുക. അങ്ങനെ ചതിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് അതിന് മുമ്പും ഉണ്ടായിരുന്നു ബന്ധം എന്നാണ് പറയണത്. ഇവിടുത്തെ ന്യൂസുകളൊക്കെ അവിടെ കൊണ്ടു കൊടുക്കുക, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും അന്വേഷിക്കാൻ കെ കരുണാകരൻ തയ്യാറായില്ല. എന്താണെന്ന് കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ? അതായത് കെ വി തോമസ് ഒരു പുസ്തകം എഴുതിയിരുന്നു. അതിൽ പത്മജയെക്കുറിച്ചും കരുണാകരനെക്കുറിച്ചും മോശമായി എഴുതി എന്നാണ് പറയുന്നത്. പിന്നെ അവിടെ നിന്നാണ് പിന്നെ ശ്രീ പിണറായി വിജയൻ്റെ അടുത്തേക്ക് പോയത്, ഒരു കാര്യം കാണാൻ. അദ്ദേഹം നന്ദികേട് കാണിച്ചു എന്നാണ് പത്മജ പറയുന്നത്. ബാക്കി എന്താണ് കൂടി നോക്കാം. ഇത്രയും നുണ പറയുന്ന അല്ലെങ്കിൽ മനസാക്ഷി ഇല്ലാത്ത ഒരു മനുഷ്യനാണ് ശ്രീ കെ വി തോമസ്. എന്തായാലും ഇതറിഞ്ഞ ശേഷം കെ വി തോമസ് ഇതിനോട് പ്രതികരിച്ചിട്ടുണ്ട്. അത് എന്താണെന്ന് നമുക്ക് നോക്കാം. നേരത്തെ എന്നെ പത്മജ വിളിച്ചിരുന്നു. പത്മജയെയോ മുരളിയോ വേദനിപ്പിക്കാൻ എനിക്ക് യാതൊരു താല്പര്യമില്ല. അവരെൻ്റെ ജീവിതത്തിൻ്റെ തന്നെ ഒരു ഭാഗമാണ്. നമ്മളൊക്കെ ഒരു സ്വന്തം സഹോദരൻ്റെ മാതിരി വിചാരിച്ച് ഞങ്ങളുടെ കുടുംബത്തിലൊരു അംഗന്മാരെയാണ് അദ്ദേഹം ജീവിച്ച്. കെ കരുണാകരൻ്റെ ആ കയ്യില്ലെങ്കിൽ അദ്ദേഹം എവിടെ എത്തില്ല. എൻ്റെ പ്രിയ സഖി എന്ന എൻ്റെ ഭാര്യയുടെ പുസ്തകം റിലീസ് ചെയ്തത് മുരളിയാണ്. ഈ പുസ്തക പ്രകാശനത്തിന് പത്മജയെ വിളിച്ചിരുന്നു. അപ്പോൾ ലക്ഷ്യം എൻ്റെ കാഴ്ചപ്പാടും അവർക്ക് അനുകൂലമല്ല, അവരോടൊപ്പമാണ്. പക്ഷെ എത്തിക്കഴിഞ്ഞപ്പോൾ പിന്നെ അദ്ദേഹത്തിന് ഒരു മിടുക്കുണ്ട്, എവിടെയും പൊത്തിപ്പിടിച്ച് കയറാനുള്ള. അങ്ങനെ അദ്ദേഹം കയറി പോയി എന്നല്ലാണ്ട്. കെ വി തോമസ് പറയുന്നു, ഞാൻ നന്ദികേട് കാണിച്ചിട്ടില്ല എന്ന്. പിന്നെ എന്താണ് സംഭവിച്ചത്? നമുക്ക് നന്ദി ഇല്ല പോട്ടെ, ഇങ്ങനെ കുറ്റപ്പെടുത്തുന്ന കണ്ടപ്പോൾ വളരെയധികം വിഷമം തോന്നി. ഇതെല്ലാം കണ്ട വ്യക്തിയാണ് ഞാൻ. പിന്നെ ഈ പ്രസിദ്ധീകരണം ഇത് ഞാൻ കഴിഞ്ഞ 2 വർഷക്കാലമായി കേരളത്തിലെ പ്രധാനപ്പെട്ട എല്ലാ മാഗസീനിലും വന്നിട്ടുണ്ട്. പ്രത്യേക കലാകൗമുദി ഉൾപ്പെടെയുള്ള മാഗസീൻ വന്നത്, ഇതെല്ലാം വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം നാളെ എന്ത് പറഞ്ഞാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. വേണമെങ്കിൽ തെളിവോടുകൂടി പല സാധനങ്ങളും കാണിച്ചു തരാം. വേറൊന്നും ഞാൻ ഡയറി എഴുതുന്നതാണ്. ഇപ്പം ഞാൻ 4-ാം തീയതി മുതൽ കാര്യങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് 5 വർഷം കഴിയുമ്പോൾ അത് ആരെങ്കിലും അപമാനിക്കാനെന്ന് പറഞ്ഞാൽ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. പിന്നെ കെ കരുണാകരനും സോണിയാഗാന്ധിയും കൂടി തെറ്റാൻ ഞാനൊരു കാരണമായി എന്നല്ലേ പറയണേ ഈ ഒരു ചെറിയ കാര്യത്തിന്. പക്ഷേ ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞേ പറ്റൂ. ആ പറഞ്ഞത് എൻ്റെ അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആരും പിന്നെ പുസ്തകം മുഴുവൻ ആരും വായിച്ചിട്ടില്ല. അതിൻ്റെ സ്പിരിറ്റ് ഉണ്ട് ആ ബുക്കിൻ്റെ സ്പിരിറ്റ് കണ്ടാൽ ഒരിക്കലും ലീഡറെ തള്ളി പറഞ്ഞിട്ടില്ല. എന്താണ് കാരണം എന്നുള്ളത് പറയണമെങ്കിൽ എനിക്ക് കുറേ പറയേണ്ടി വരും. അത് ഇപ്പം ജീവിച്ചിരിക്കുന്ന സീനിയർ നേതാക്കളെ ഞാൻ വിഷമിപ്പിക്കേണ്ടി വരും. സീനിയർ നേതാക്കളെന്ന് ഉദ്ദേശിച്ചത് AK ആൻ്റണിയെ ആയിരിക്കും. അത് സ്വാഭാവികമായിട്ടും ഞാൻ എഴുതുമ്പോൾ ചിലപ്പോൾ തെറ്റാവാൻ ശരിയാവും, അത് വേറെ കാര്യം. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അത് യാഥാർത്ഥ്യമാണ്. എഴുതുമ്പോൾ ചിലപ്പോൾ തെറ്റാവാം. അത് തന്നെയാണ് ഇപ്പോൾ ഇവിടെ പ്രശ്നം നടക്കുന്നത്. പത്മജ പറയുന്നത് അത് തന്നെയാണ്. അതിലേക്ക് ഇങ്ങനെ പോലുള്ളൊരു മനുഷ്യന് വേണ്ടിയിട്ട് ഞാൻ അവരൊന്നും കുറ്റം പറഞ്ഞാൽ ശരിയല്ല. പക്ഷെ ഇതൊന്നും അല്ല സത്യം. സത്യങ്ങളിപ്പോൾ എഴുതുകയാണെങ്കിൽ കെ വി തോമസിനൊക്കെ എഴുതുകയാണെങ്കിൽ എഴുതുന്ന പേന പോലും വൃത്തികേട് ഇതാവും, മോശവും. അത്രയും മോശം ചരിത്രമുള്ള മനുഷ്യനാണ്. പത്മജ പറയുന്നത് കെ കരുണാകരനെ ചതിച്ചു, പിന്നീട് ആന്റണി പക്ഷത്തേക്ക് പോയി എന്നുള്ളതൊക്കെയാണ്. ഞാൻ അതിനൊന്നും മറുപടി പറയുന്നത്, അത് പറയേണ്ട കാര്യമില്ല. പക്ഷേ ഇത് പുസ്തകം വായിക്കണം എന്ന് എനിക്ക് കെ കരുണാകരനെ പറയാൻ അദ്ദേഹം ആയിട്ടില്ല. അത് 10 ജന്മം ജനിച്ചു വരണം പറയണമെങ്കിൽ. കേരളത്തിലെ ആൾക്കാർ വിഡ്ഢികളല്ല. എങ്ങനെ കെ വി തോമസ് ആയി എന്നുള്ള ചരിത്രം അദ്ദേഹം ഒന്ന് ഓർത്താൽ കൊള്ളാമെന്ന് മാത്രം. പത്മജ പറഞ്ഞത് 100% ശരിയാണ്. നന്ദികേട് കാണിക്കാൻ പാടില്ല. ചരിത്രമാണ് ഞാൻ പറഞ്ഞത്. എങ്ങനെ സോണിയാഗാന്ധിയും അന്ന് പവാർ ഒറ്റപ്പെടുത്തി പുറത്താക്കാൻ ശ്രമിച്ചു എന്നൊരു സംഗമയം ഉൾപ്പെടെ. സംഗമയാണ് പറിച്ചു പൊക്കുന്നത് സോണിയ. അതൊക്കെ ചില ചരിത്രത്തിൻ്റെ ഭാഗമല്ലേ. എന്നെ അവസാന കാലത്ത് ഏറ്റവും ഇഷ്ടമായിരുന്ന വ്യക്തി ശ്രീമതി സോണിയാഗാന്ധിയായിരുന്നു. എനിക്ക് ഇവിടുത്തെ ആൾക്കാരെ സഹിക്കാൻ പറ്റാണ്ടാണ് ഞാൻ ഈ പാർട്ടി വിട്ടു പോയത്. പക്ഷേ അതാണ് ഏറ്റവും വലിയ മണ്ടത്തരമായതെന്ന് പത്മജയ്ക്ക് തിരിച്ചറിയും. അത് അവർക്കൊക്കെ ഇപ്പോൾ കിട്ടുന്നുണ്ട്, ദൈവം സഹായിച്ച്. നമ്മൾ ചെയ്തില്ലെങ്കിലും ദൈവം കൊടുക്കുന്നുണ്ട്. അതെനിക്ക് സന്തോഷമായി. അപ്പോൾ PV നിന്ന് വിളിക്കണ്ട, CPM തന്നെ വിളിക്കണം. അതിൻ്റെ ചില പ്രത്യേകതകൾ പിന്നീട് ഞാൻ കാണുകയുണ്ടായി. അപ്പോൾ അതൊക്കെ എഴുതിയതെല്ലാം ഒരു ലൈറ്റർ വെയിനിലാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ മനുഷ്യൻ ഇനി വല്ലതും പറഞ്ഞ പഴയ ചരിത്രങ്ങളൊക്കെ ഞാൻ വിളിച്ച് പറയും. അത് അയാൾ കേൾക്കേണ്ടിയും വരും. എന്നെ പറ്റി എന്ത് പറഞ്ഞാലും എനിക്കൊരു പ്രയാസവും ഇല്ലെന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഞാനിത് വിളിച്ചത്. അതാണ് പത്മജ പറഞ്ഞത്. ചരിത്രം പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കെ വി തോമസ് ഓടേണ്ടി വരും. അതുകൊണ്ട് കെ വി തോമസ് ഇനി വായി തുറന്നൊന്നും പറയില്ല. സോണിയാഗാന്ധിയോട് സംസാരിക്കാൻ കരുണാകരന് മറ്റൊരാളുടെ ആവശ്യമുണ്ടോ എന്നുള്ള ചോദ്യമൊക്കെയാണ്. ഞാൻ അതൊന്നും അത് പുസ്തകം വായിച്ചിട്ടൊരു മറുപടി അല്ലാതെ ഏതെങ്കിലും ഒരു സെന്റൻസ് അത് ചില ചാനലുകൾ കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ കമന്റ് ചെയ്യുന്നത് എനിക്ക് മറുപടിയില്ല ഒരിക്കലും. എന്തായാലും പത്മജിയുടെ വാർത്താ സമ്മേളനം കേട്ടതോടുകൂടി അദ്ദേഹം പത്തി മടക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇനി വായി തുറന്നതിന് ഒന്നും ഉണ്ടാകാൻ ചാൻസ് ഇല്ല. ആരെയും വേദനിപ്പിക്കാൻ എനിക്ക് ഇഷ്ടമില്ല. പത്മജിയെയോ മുടിയോ വേദനിപ്പിക്കാൻ ഒരു താല്പര്യമുള്ളതാണ്. എല്ലാവരും പുസ്തകം വായിക്കണം.
കെ വി തോമസിൻ്റെ ഈ പുസ്തകം നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പത്മജ പറഞ്ഞതാണോ ശരി, അല്ല കെ വി തോമസ് പറഞ്ഞതാണോ ശരി. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക.